ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ പാഠം 10 പേജ് 55 ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസാനം ചെയ്ത ആ ക്വസ്റ്റ്യനും ആൻസറും ആ സംഭാഷണത്തിലെ ചോദ്യോത്തരവും ഒന്നും കൂടി ചെയ്യാം, എന്നിട്ട് ബാക്കി ചെയ്യാം. അതോടെ പാഠം അവസാനിക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ എക്സസൈസസ് ആണ്, അത് ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ ചെയ്യാം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ നമ്മൾ ചെയ്തത് തന്നെയാണ്. ഹാമിദുൻ അലക അഖുൻ യാ മുഹമ്മദ്. അല്ലയോ മുഹമ്മദ്, നിനക്ക് സഹോദരനുണ്ടോ? ലക്ക എന്ന് പറഞ്ഞാൽ നിനക്ക്, ആ ലക്ക എന്ന് പറഞ്ഞാൽ നിനക്കുണ്ടോ. അഖുൻ സഹോദരൻ, യാ മുഹമ്മദ് അല്ലയോ മുഹമ്മദ്. അപ്പോൾ മുഹമ്മദിൻ്റെ ആൻസർ എന്താ? നാം, അതെ. ലി അഖുൻ വാഹിദുൻ, എനിക്ക് ഒരു സഹോദരനുണ്ട്. ഇസ്മുഹു ഉസാമ, അവൻ്റെ പേര് ഉസാമ എന്നാണ്. വഹുവ മൈ ഹുന ഫിൽ മദീനത്തിൽ മുനവ്വറത്തി. വഹുവ അദ്ദേഹം, അവൻ, മൈ എൻ്റെ കൂടെ, ഹുന ഇവിടെ, ഫിൽ മദീനത്തിൽ മുനവ്വറത്തി മദീന മുനവ്വറയിലുണ്ട്. ഓക്കെ. വലി ഉഖ്തുൻ, എനിക്കൊരു സഹോദരിയുമുണ്ട്. വാഹിദത്തുൻ, ഉഖ്തുൻ വാഹിദത്തുൻ, ഒരു സഹോദരിയുമുണ്ട്. വാ എന്ന് പറഞ്ഞാൽ സഹോദരിയുമുണ്ട്. വലി ഉഖ്തുൻ വാഹിദത്തുൻ. ഇസ്മുഹ സൈനബു, അവളുടെ പേര് സൈനബ എന്നാണ്. വഹിയ അവൾ, അവളും, ഫിൽ ഇറാഖി ഇറാഖിലാണ്. മഅ സൗജിഹ അവളുടെ ഇണയുടെ കൂടെ. വ സൗജുഹ മുഹന്ദിസുൻ, അവളുടെ ഇണ എഞ്ചിനീയറാണ്. ഓക്കെ, ഇത് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഒന്നും കൂടി ചെയ്യാം. അപ്പോൾ മുഹമ്മദ് പറഞ്ഞു നാം ലീ അഹുൻ വാഹിദുൻ, എനിക്കൊരു സഹോദരനുണ്ട്. അപ്പോൾ ലീന്ന് വന്നിട്ട് സെൻറ്റൻസ് തുടങ്ങുന്നു. ലാ എന്താ? ലീ. ലാം എന്താ? ലീ എന്നുള്ള ഹർഫുജർ. യാ മുത്തക്കല്ലിം എന്താ? ഇസ്മ് മജ്റൂർ. അപ്പോൾ ജാറും വ മജ്റൂർ ശിബു ജുംല ഖബർ. ജാറും വ മജ്റൂർ ശിബു ജുംല ഖബർ. അപ്പോൾ ഇതെന്താ? ഖബറിനെ മുന്തിച്ചു. ഖബർ മുഖദ്ദിമ, ഖബറിനെ മുന്തിച്ചു. മുബ്തദ എവിടെ പോയി? മുബ്തദനെ പിന്തിച്ചു. അഹുൻ മുബ്തദഉൻ മർഫൂൻ അഹുൻ. വാഹിദുൻ എന്താ? നാത്ത്, നാത്ത്. അപ്പോൾ അഹുൻ പുല്ലിംഗായതുകൊണ്ട് വാഹിദുനും പുല്ലിംഗായി. അഹുൻ ഏകവചനായപ്പം വാഹിദുനും ഏകവചനായി. അഹുൻ അലിഫ്ലാമില്ല, അപ്പോൾ വാഹിദുനും അലിഫ്ലാമില്ല. അഹുൻ്റെ അലാമത്ത് മർഫൂ ആണ്, അപ്പോൾ വാഹിദുനും മർഫൂ ആണ്. കാരണം അഹുൻ മുബ്തദ ആയതുകൊണ്ട് മർഫൂ ആണ്. അപ്പോൾ വാഹിദുൻ നായത്തും മർഫൂ ആണ്. അപ്പോൾ ഇതാണ് അതിനെ ഹല്ല് ചെയ്തത്. അപ്പോൾ ഇവിടെ ഖബറിനെ മുന്തിച്ചു. ഹർഫുജർ ഇസ്മ മജ്റൂർ, ജാറുമ മജ്റൂർ ഷിബു ജുംല സെൻറ്റൻസിൻ്റെ തുടക്കം വന്നാൽ അതൊരിക്കലും മുബ്തദയാവില്ല, അത് ഖബറിനെ മുന്തിച്ചു എന്ന് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും മുബ്തദയെ പിന്തിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അഹുൻ പിന്നെ വന്നത്. ഓക്കെ. അപ്പോൾ ഇതേപോലെ ഹർഫുജർ ഇസ്മു ജർ മജ്റൂർ വന്ന പോലെ ലർഫ് ഖബറും മുദാഫിലെ മജ്റൂറും ഇതേപോലെ എന്താക്കുക? ഖബറായിട്ട് മുന്തിച്ച് വരാം. അതിൻ്റെ ഉദാഹരണങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കും. അടുത്തന്നെ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇതാണ് ഖബറിനെ മുന്തിക്കുക എന്ന് പറഞ്ഞാൽ. ഹർഫു ജർ ഇസ്മു മജ്റൂർ ജാറുമ മജ്റൂർ ശിബു ജുംല ഖബർ സെൻറ്റൻസിൻ്റെ തുടക്കം വരാം. അതുപോലെ ലർഫ് മുദാഫിലെ മജ്റൂർ ഖബർ സെൻറ്റൻസിൻ്റെ തുടക്കം വരാം. അപ്പോൾ അതിനെ മുബ്തദ എന്ന് പറയില്ല. അത് കാരണം നമുക്കറിയാം ലർഫ് ഖബറാണ്, ഹർഫു ജർ ഇസ്മു മജ്റൂർ ഖബറാണ്. ഓക്കെ. രണ്ടാമത്തേനും ഖബറാണ്, ഹർഫു ജർ ഇസ്മു മജ്റൂർ ഖബറായിട്ട് വരുന്നത്. ലർഫ് ഖബറായിട്ട് വരുന്നത് മൂന്നാമത്തെ ടൈപ്പ്, മൂന്നാമത്തേനും ഖബറാണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ അടുത്തത് ഇസ്മുഹു ഉസാമ, അദ്ദേഹത്തിൻ്റെ പേര് ഉസാമ എന്നാണ്. അപ്പോൾ ഇസ്മ എന്താ? മുബ്തദഉൻ മർഫൂൻ. ഹു എന്താ? ലമീർ മുത്തസിൽ ഇസ്മിൻ്റെ കൂടെ ചേർന്ന് എന്താ വരാ? മുലാഫിലെ മജ്റൂർ. അപ്പോൾ ഇസ്മ എന്താവും? വഹുവ മുലാഫ്. അപ്പോൾ എങ്ങനെ പറയാം? ഇസ്മു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ് ഹു മുലാഫിലെ മജ്റൂർ.
ഹു നമുക്കറിയാം മബനിയാണ്, അപ്പോൾ ഹൂന്നേ എഴുതുള്ളൂ. പക്ഷെ ഇവിടെ ഇസ്മിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ആ ലമീർ മുത്തസിൽ ഹു എന്താണ്? മുലാഫിലെ മജ്റൂർ. ഇസ്മിന് എന്തുകൊണ്ട് തൻവീന് പോയി? മുലാഫ് ആയതുകൊണ്ട്. എന്തുകൊണ്ട് അലിഫ്ലാമില്ല? മുലാഫ് ആയതുകൊണ്ട്. കാരണം മുലാഫിന് അലിഫ്ലാം ഉണ്ടാവില്ല, തൻവീൻ ഉണ്ടാവില്ല. അപ്പോൾ ഇസ്മു എന്ന് എഴുതുള്ളൂ. ഇസ്മുഹു ലമീർ മുത്തസിൻ്റെ കൂടെ ചേർന്നാൽ. കാരണം അത് മുലാഫിലിയാണ്, അവൻ്റെ പേര്. ഇന്ത്യന്ന് വരുന്നതുണ്ടോ? ഉസാമ. ഉസാമ എന്താ? ഖബറുൻ മർഫൂൻ. ഖബറുൻ മർഫൂൻ. പിന്നെ വ ഹർഫു അത്തഫ്. ഹുവ മുബ്തദഉൻ മർഫൂൻ. ഹുവ മബനിയാണ്. ലമീർ മുൻഫസിൽ ലമായറുകളൊക്കെ മബനിയാണ്. അപ്പോൾ ഹുവ മബനിയാണ്. അപ്പോൾ ഇവിടെ മുബ്തദൻ്റെ സ്ഥാനത്താണ്, അപ്പോൾ മർഫു ആണ്. മറ്റൊന്ന് ലമീർ മുൻഫസിൽ ഹുവ ഹുമാഹും ഇയ ഹുമാഹുൻ എപ്പോഴും മർഫു ആണ്. വ ഹുവ മുബ്തദഉൻ മർഫൂൻ. മഅ എന്താ? ലർഫ്. നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ദർസിൽ. മഅ ലർഫാണ്. മഅ ഇന്ദ ലർഫാണ്. ഇവിടെ മഅ വന്ന് കൂടെ എന്ന് പറയാൻ. മഅ ലർഫ്. അപ്പോൾ ഇവിടെ എന്തായി? ഖബറായി. ലർഫ് ഖബറായി. പിന്നെ യാ മുത്തക്കല്ലിം എന്താ? മുലാഫിലെ മജ്റൂർ. കാരണം നമുക്കറിയാം ലർഫിന് ശേഷം ഒരു ഇസ്മു വന്നാൽ ലമീർ മുത്തസിൽ യാ ഇസ്മാണ്. ലർഫിന് ശേഷം ഇസ്മു വന്നാൽ ഈ ലമീർ മുത്തസിൽ ചേർന്നിട്ടേ എഴുതുള്ളൂ. ഇസ്മിൻ്റെ കൂടെ ചേർന്നു നമ്മൾ പഠിച്ചു. പിന്നെ ഹർഫിൻ്റെ കൂടെ ചേർന്നു നമ്മൾ പഠിച്ചു. ഫീഹി, ഫീഹിമ, ഫീഹിം, ഫീയ, ഫീന. അതേപോലെ ലർഫിൻ്റെ കൂടെ ചേരാം. മഅ, മഅഹു, അങ്ങനെ വന്ന് 14 കഴിഞ്ഞ് മഈ, മഅന, എൻ്റെ കൂടെ, നമ്മുടെ കൂടെ. മഈ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ. വഹുവ മഈ. മഅ ലർഫ് ഖബർ. യാ മുത്തക്കല്ലിം മുലാഫിലെ മജ്റൂർ. പിന്നെ സെൻറ്റൻസ് പൂർത്തിയായി. അദ്ദേഹം എൻ്റെ കൂടെയാണ്. പിന്നെ കുറച്ച് എന്താണ് വിശദീകരണം വരികയാണ്. ഹുന പിന്നെയും ലർഫാണ്, ഇവിടെ. പിന്നെ ഫി ഹർഫുജർ. അൽ മദീനത്തി ഇസ്മു മജ്റൂർ. അൽ മുനവ്വറത്തി നാത്ത്. മദീനനെ വിശേഷിപ്പിക്കുകയാണ് മുനവ്വറ, പ്രകാശിക്കുന്ന മദീന. അപ്പോൾ ഇതാണ് ഈ സെൻറ്റൻസിൻ്റെ ഹല്ലിയൽ. പിന്നെന്താ പറയുന്നത്? വലി ഉഖ്തുൻ വാഹിദത്തുൻ. എനിക്കൊരു സഹോദരിയുമുണ്ട്. വാ ഹർഫു അത്തഫ്. ലാ വീണ്ടും ജുംല ആരംഭിക്കുകയാണ്, വാക്ക് ആരംഭിക്കുകയാണ് ഹർഫു ജറിനെ കൊണ്ട്. ലി ഹർഫു ജർ. യാ മുത്തക്കല്ലിം ഇസ്മ മജ്റൂർ. ജാറും വ മജ്റൂർ. ഷിബ് ജുംല ഖബർ. അപ്പോൾ എന്താ? ഖബറിനെ മുന്തിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും മുബത്തദ അങ്ങോട്ടായി പിന്തിച്ചു. മുബ്തദഉൻ മുതഅഖിറുൻ. ഉഖ്തുൻ മുബ്തദഉൻ മർഫൂൻ. സെൻറ്റൻസ് പൂർത്തിയായി. പിന്നെ വാഹിദത്തുൻ എന്താ? നാത്ത്. ആ സഹോദരിയെ വിശേഷിപ്പിക്കുകയാണ് വാഹിദത്തുൻ. അപ്പോൾ മുകളിൽ നോക്കൂ. അഹുൻ പുല്ലിംഗായതുകൊണ്ട് വാഹിദുൻ. അഹുൻ പുല്ലിംഗായതുകൊണ്ട് നാത്ത് വാഹിദുൻ. അതേപോലെ ഉഖ്തുൻ സ്ത്രീലിംഗായതുകൊണ്ട് നാത്ത് വാഹിദത്തുൻ. അപ്പം അത് എന്താണെല്ലാം ആ നാലും യോജിച്ച് വരണം. ഉഖ്തുൻ മർഫു ആയതുകൊണ്ട് വാഹിദത്തുൻ മർഫു. സ്ത്രീലിംഗായതുകൊണ്ട് വാഹിദത്തുൻ എഴുതി. മുകളിൽ അഹുൻ എഴുതിയപ്പോൾ വാഹിദുൻ, കാരണം പുല്ലിംഗാണ് അഹുൻ. പിന്നെ ഏകവചനം ഉഖ്തുൻ, വാഹിദത്തുനും ഏകവചനം. ഉഖ്തുൻ അലിഫ്ലാമില്ല, വാഹിദത്തുനും അലിഫ്ലാമില്ല. അപ്പം നാത്ത് എപ്പോഴും മന്നൂത്തിനെ പിൻപറ്റും. അന്നാത്ത് യത്തബിയുൽ മൻഊത്ത്. ഇസ്മുഹ സൈനബു. അവളുടെ പേര് സൈനബാണ്. അപ്പോൾ ഇസ്മ മുബ്തദഉൻ മർഫൂൻ. വഹുവ മുലാഫ്. ഹ മുലാഫിലെ മജ്റൂറാണ്. പക്ഷെ ഹ എന്തുകൊണ്ട് എഴുതുന്നത്? മബനിയാണ്, മാറൂല. ഇസ്മുഹീന്ന് പറയൂല. ഇസ്മുഹ അത് മബനിയാണ്, ദമീറാണ്, ഇസ്മാണ്. അപ്പോൾ ദമീർ മുത്തസിൽ ഇസ്മിനോട് ചേർന്നാൽ അത് മുലാഫിലെ അവളുടെ പേര്. നേരെ മുകളിൽ ഇസ്മുഹു അവൻ്റെ പേര്. അപ്പോൾ ഇൻ്റെ അല്ലെങ്കിൽ ഇസ്മുഹ അവളുടെ, ഉടേ എന്നുള്ള അർത്ഥം വന്നാൽ അത് മുലാഫിലെയാണ്, മജ്റൂർ. ഇതേ ഇൻ്റെയുടെ അർത്ഥം ലാമ് വന്നാലും വരും, നമ്മൾ പഠിച്ചതാണ്. പക്ഷെ അത് മുലാഫിലിയല്ല. ഹർഫുജർ ഇസ്മു മജ്റൂറാണ്. ഹർഫുജർ വന്നാൽ ഹർഫുജർ ഇസ്മു മജ്റൂറാണ്. ലി ഹാമിദിൻ. ഹാമിദിൻ്റെ ഉണ്ടോ? ഇൻ്റെ എന്നുള്ള അർത്ഥം വരും. ലി ഹാമിദിൻ ഹാമിദിൻ്റെ. ലി മുഹമ്മദിൻ മുഹമ്മദിൻ്റെ. ഓക്കെ. അപ്പോൾ ലഹ അവളുടെ. ലഹു
അവൻ്റെ. അവിടെയും ഇതേപോലത്തെ അർത്ഥം വരുന്നുണ്ട്, ഇന്ത്യയുടെ ഹർഫുജർ ലാമ് വന്ന. പക്ഷെ അവിടെ ഹർഫുജർ ആയതുകൊണ്ട് ഹർഫുജർ ഇസ്മു മജ്റൂർ ജാർ വ മജ്റൂർ ശിബുജുംല മുബത്തദ ഉണ്ടെങ്കിൽ ആ മുബത്തദൻ്റെ ഖബർ എന്ന് പറയും. ഇവിടെ ദമീർ മുത്തസിൽ ഇസ്മിനോട് ചേർന്നാലും ഇന്ത്യയുടെ എന്നർത്ഥം വരും. പക്ഷെ ഇസ്മിനോട് ചേർന്നാൽ അതെങ്ങനെ വരാം? മുലാഫ് മുലാഫിലെ. ഹർഫു ജറിനോട് ചേർന്നത് എന്താ വരാ? ഹർഫു ജർ ഇസ്മ മജ്റൂർ. അപ്പോൾ ഇസ്മുഹ അവളുടെ പേര് സൈനബു. അപ്പോൾ സൈനബു ഖബറുൻ മർഫൂൻ. വഹിയ ഫിൽ ഇറാഖി അവളും ഇറാഖിലാണ്. അവൾ ഇറാഖിലുമാണ്. ഹർഫു അത്തം ഹിയ മുബത്തദഉൻ മർഫൂൻ മബിനി. ഓക്കെ, അപ്പോൾ ഹിയാന്ന് എഴുതുള്ളൂ, പക്ഷെ മുബത്തദിൻ്റെ സ്ഥാനത്താണ്, മർഫു ആണ്. മറ്റൊന്ന് എല്ലാ ദമീർ മുൻഫസിലും മർഫുവേ ആവുള്ളൂ, മജ്റൂറും മൻസൂബും ആകൂല. ഹുവ ഹുമാഹും ഹിയ ഹുമാഹുൻ എപ്പോഴും മർഫു ആയിരിക്കും. ഫി ഹർഫു ജർ അൽ ഇറാഖി ഇസ്മു മജ്റൂർ ജാർ വ മജ്റൂർ ശിബു ജുംല ഖബർ. ഹിയൻ്റെ ഖബർ, ഹിയ എന്ന മുബത്തദിൻ്റെ ഖബർ. ഫി വന്നുകൊണ്ട് അൽ ഇറാഖി അടുത്ത ഇസ്മ മജ്റൂറായിരിക്കും, ഇറാഖി. പിന്നെ കുറച്ചും കൂടി വിശദീകരണം എന്താണ്? മഅ കൂടെ, സൗജിഹ അവളുടെ ഇണയുടെ കൂടെ. അപ്പോൾ മാക്ക് ശേഷം ലർഫിന് ശേഷം പിന്നെ ഇസ്മ വന്നു സൗജുൻ. അപ്പോൾ എങ്ങനെ എഴുതാം? മഅ സൗജി. മഅ സൗജിഹ എന്ന് പറയുമ്പോൾ ദമീർ മുത്തസിൽ കൂടെ ചേർന്നു, മഅ സൗജിഹ. അപ്പോൾ ദമീർ മുത്തസിൽ കൂടെ ചേരുമ്പം അത് മുലാഫ് മുലാഫിലിയാവും. അപ്പം മഅ വന്നുകൊണ്ട് സൗജുൻ എന്നുള്ളത് സൗജിൻ ആവും, സൗജിൻ. ഇനി എന്തുകൊണ്ട് തൻവീന് പോയി സൗജീന്നായി? കാരണം ദമീർ മുത്തസിൽ ഹാ സൗജിൻ്റെ കൂടെ ചേർന്നപ്പം എന്ത് സംഭവിച്ചു? മുലാഫ് മുലാഫിലിയായി. മുലാഫിന് നമുക്കറിയാം തൻവീനില്ല. അപ്പോൾ സൗജിൻ എന്നുള്ളത് എഴുതാൻ പാടില്ല, സൗജി ഹ അവളുടെ കൂടെ. അപ്പോൾ മഴ വന്നുകൊണ്ട് സൗജിന്നായി, മുലാഫ് ആയതുകൊണ്ട് സൗജീന്നായി. ഇത് ക്ലിയറായിട്ട് മനസ്സിലാക്കണം. മഅ ദർഫ് വന്നുകൊണ്ട് തൊട്ടടുത്ത ഇസ്മ എന്തായിരിക്കണം? മുലാഫിലെ മജ്റൂർ. അപ്പോൾ മഅ സൗജിൻ. ഇനി ദമീർ മുത്തസിൽ ആ സൗജിൻ്റെ കൂടെ ചേർന്നോടെ തൻവീന് പോകും. കാരണം എന്താ? ദമീർ മുത്തസിൽ ആ സൗജിൻ്റെ കൂടെ ചേർന്നാൽ പിന്നെ ആ സൗജ് എന്താവും? മുലാഫാവും. മുലാഫാവുമ്പോൾ പിന്നെ അലിഫ്ലാം ഉണ്ടാകാൻ പാടില്ല, തൻവീൻ ഉണ്ടാകാൻ പാടില്ല. അപ്പം മഅ സൗജിഹ അവളുടെ ഇണയുടെ കൂടെ. പിന്നെ അടുത്ത സെൻറ്റൻസ് സൗജുഹ മുഹന്ദിസുൻ അവളുടെ ഇണ എഞ്ചിനീയറാണ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് സൗജൂന്നായി? കാരണം ഇപ്പോൾ ഈ സൗജുന് മുബത്തദഉൻ മർഫൂനാണ്, സെൻറ്റൻസ് ആരംഭിക്കുകയാണ്. അപ്പോൾ സൗജുൻ അതിൻ്റെ മുന്നൊന്നുമില്ല, ദർഫൊന്നുമില്ല, അത് സൗജിന്നാകാൻ. അപ്പോൾ സൗജുൻ എന്നാണ് വരേണ്ടത്, മുബത്തദഉൻ മർഫൂൻ. പിന്നെ എന്തുകൊണ്ട് സൗജൂന്നായി? കാരണം മുലാഫായി. എന്തുകൊണ്ട് മുലാഫായി? ഹാ എന്ന ദമീർ മുത്തസിൽ ഈ സൗജിൻ്റെ കൂടെ ചേർന്നതോടെ ഇത് മുലാഫിലയായി. കാരണം അവളുടെ ഇണ എന്നർത്ഥം വന്നു. മുലാഫ് ആകുന്നതോടെ സൗജുൻ എന്നുള്ള തൻവീന് പോയിട്ട് സൗജൂന്നാവും. അപ്പോൾ സൗജുഹ. പിന്നെ അലിഫ്ലാം ഇടാൻ പാടില്ല. അൽ സൗജുഹ എന്ന് പറയാൻ പാടില്ല, സൗജുഹ. ഓക്കെ, തൻവീന് പോവും. കാരണം ദമീർ മുത്തസിൽ ചേർന്നതോടെ മുലാഫിന് തൻവീന് വരാൻ പാടില്ല. അപ്പോൾ സൗജുഹ അവളുടെ ഇണ മുഹന്ദിസുൻ എഞ്ചിനീയറാണ്. സൗജു മുബത്തദഉൻ മർഫൂൻ വഹുവ മുലാഫ് ഹാ മുലാഫിലെ മജ്റൂർ. കാരണം ദമീർ മുത്തസിൽ ഇസ്മിനോട് ചേർന്നാൽ അത് മുലാഫിലെയാണ്. ആ ദമീർ മുത്തസിൽ മുലാഫിലെ മജ്റൂറാണ്. മുഹന്ദിസുൻ ഖബറുൻ മർഫൂൻ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ. ഇനി ലെസൺ അവസാനിക്കുന്ന വിഷയമാണ് ഹാമിദുൻ അ ഇന്ദക സയ്യാറത്തുൻ യാ അഖി അല്ലയോ എൻ്റെ സഹോദര, നിൻ്റെ അടുത്ത് കാറുണ്ടോ? ഇന്ദ നമുക്കറിയാം ദർഫാണ്. അപ്പോൾ ഇന്ദക്ക നിൻ്റെ അടുത്ത്. ആ ഇന്ദക്ക നിൻ്റെ അടുത്തുണ്ടോ, നിനക്കുണ്ടോ എന്നൊക്കെ ചോദിക്കാനായി ഇന്ദ ഉപയോഗിക്കാം. അത് ദർഫാണ്. സയ്യാറത്തുൻ ഒരു വാഹനം, യാ അഖി അല്ലയോ സഹോദര, നിൻ്റെ അടുത്ത് വാഹനമുണ്ടോ, അല്ലയോ സഹോദര. മുഹമ്മദ് എന്താ പറയുന്നത്? ലാ മാ ഇന്ദി സയ്യാറത്തുൻ. അപ്പോൾ ഇങ്ങനെ ഉത്തരം പറയാം. ആ ഇന്ദക്ക സയ്യാറത്തുൻ യാ അഖി എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉത്തരം പറയാം. ലാ ഹർഫു നഫി പറഞ്ഞിട്ട് പിന്നെ മാ പറയണം, മാ പറയണം. മാ ഇന്ദി അതും നഫിയാണ് മാ.
അപ്പോൾ മാ ഇന്ദി സയ്യാറത്തു, എൻ്റെ അടുക്കൽ വാഹനില്ല. അപ്പോൾ ഇന്ദ ലർഫ്, ഇന്ദക്ക് ശേഷം ഇസ്മ വന്ന മുലാഫിലെ മജ്റൂർ. അപ്പോൾ യാ മുത്തക്കല്ലി മുലാഫിലെ മജ്റൂർ. അപ്പോൾ ലർഫ് ഖബർ, ഖബറിനെ മുന്തിച്ചു. ഉണ്ടോ? ലർഫ് ഖബർ ആദ്യം വന്നു. അപ്പോൾ മുബത്തദിന് എന്താക്കി? പിന്തിച്ചു. മുബത്തദിന് എന്താക്കി? പിന്തിച്ചു. സയ്യാറത്തുൻ മുബത്തദുൻ മർഫൂൻ. അപ്പോൾ ഇവിടെയും ശ്രദ്ധിക്കുക, ഇവിടെ ഖബറിനെ മുന്തിച്ചു. ഇന്ദ കൊണ്ടാണ് സെൻറ്റൻസ് തുടങ്ങുന്നത്. അപ്പോൾ ഇന്ദ മഅ എന്ന ലർഫ് കൊണ്ട് സെൻറ്റൻസ് തുടങ്ങിയാൽ ഹർഫുജർ ഇസ്മ മജ്റൂർ എന്ന ഹർഫുജർ കൊണ്ട് ഇസ്മ മജ്റൂറിനെ കൊണ്ട് സെൻറ്റൻസ് തുടങ്ങിയാൽ അത് മുബ്തദയാവില്ല, അത് ഖബറിനെ മുന്തിക്കലാണ്. ഖബർ മുഖദ്ദിമ. അപ്പോൾ സ്വാഭാവികമായിട്ടും മുബ്തദ എന്താവും? മുബ്തദനെ പിന്തിക്കും. അപ്പോൾ സയ്യാറത്തുൻ മുബ്തദഉൻ മർഫൂൻ, മുബ്തദഉൻ മുതഅഖിർ, മുബ്തദ പിന്നെ വരും. ഓക്കെ. എന്നിട്ട് പറയാണ് ഇന്ദി ദറാജത്തുൻ, എൻ്റെ അടുത്ത് സൈക്കിളാണുള്ളത്. ദറാജത്തുൻ നമ്മൾ പഠിച്ചതാണ്, സൈക്കിളാണ്. അപ്പോൾ ഇവിടെ ഇന്ദിന ലർഫ് ഖബർ മുന്തിച്ചു വന്നു. ഓക്കെ. ഇന്ദ ലർഫ് ഖബർ യാ മുത്തക്കല്ലി മുലാഫിലെ മജ്റൂർ, ദറാജത്തുൻ മുബ്തദഉൻ മർഫൂൻ. അപ്പോൾ ഇവിടെ എന്താണ്? ഖബറിനെ മുന്തിച്ചു. ഓക്കെ. ലർഫ് ഖബറായിട്ട് തുടക്കത്തിൽ വന്നു, ഖബർ മുഖദ്ദിമ. സ്വാഭാവികമായിട്ടും മുബ്തദൻ എന്താവും? അപ്പം പിന്തിക്കും. മുബ്തദൻ എന്താവും? പിന്തിക്കും. ദറാജത്തുൻ മുബ്തദഉൻ മർഫൂൻ. അടുത്ത സെൻറ്റൻസ് നോക്കൂ. ഹംസത്തു ഇൻദഹു സയ്യാറത്തുൻ, ഹംസത്തു ഇൻദഹു സയ്യാറത്തുൻ. ഹംസ അദ്ദേഹത്തിൻ്റെ അടുത്ത് കാറുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് കാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് സൈക്കിളാണ് ഉള്ള, കാറില്ല. ഹംസൻ്റെ അടുത്താണ് എന്ത്? കാറുള്ളത്. അപ്പോൾ ഈ ഹംസത്തു ശ്രദ്ധിക്കൂ, ഹംസത്തു മുബ്തദഉൻ മർഫൂൻ, ഹംസത്തു മുബ്തദഉൻ മർഫൂൻ. പിന്നെന്താ സംഭവിക്കുന്നത്? ഇൻദഹു സയ്യാറത്തുൻ ജുംല ഇസ്മിയാണ്. അപ്പോൾ ഇതാണ് നാലാമത്തെ ഇനം ഖബർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ജുംല ഇസ്മിയ ഖബറായിട്ട് വരുന്നത്, ജുംല ഇസ്മിയ ഖബറായിട്ട് വരുന്നത്. അപ്പോൾ ജുംല ഇസ്മിയ ഖബറായിട്ട് വന്ന അത് ജുംല ഇസ്മിയ കൊണ്ട് അതിനെന്തുണ്ടാകണം? മുബ്തദയും ഖബറും ഉണ്ടാകണം. അപ്പോൾ ഏതാ മുബ്തദയും ഖബറും? ഇവിടെ ഇന്ധനെ കൊണ്ട് തുടങ്ങുന്നതുകൊണ്ട് ഇന്ദ എന്തായി? ലർഫ് ഖബർ. ഹു എന്താ? മുലാഫിലെ മജ്റൂർ. ലർഫിലെ മുലാഫ് എന്ന് പറയൂല, ലർഫിന് ശേഷം വരുന്ന ഇസ്മ മുലാഫിലെ മജ്റൂർ. കാരണം ദമീർ മുത്തസിൽ ഇസ്മാൻ നമുക്കറിയാം, ദമീർ മുസ്തത്തിൽ ചേർത്തിട്ട് എഴുതുള്ളൂ. അപ്പോൾ ഇന്ദഹു, ഇന്ദഹുമ, ഇന്ദഹും, ഇന്ദഹ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. അപ്പോൾ ഇന്ദഹു, ഇന്ദ ലർഫ് ഖബർ, ഹു മുലാഫിലെ മജ്റൂർ. അപ്പോൾ ഖബറിനെ മുന്തിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും മുബ്തദൻ എന്താവും? പിന്തിച്ചു. സയ്യാറത്തുൻ പിന്തിച്ചു, സയ്യാറത്തുൻ മുബ്തദനെ പിന്തിച്ചു. മുബ്തദഉൻ മർഫൂൻ, മുബ്തദഉൻ മുതഅഖിറുൻ. ഇതിൻ്റെ PDF ഇതിൻ്റെ മുകളിൽ പോസ്റ്റ് ചെയ്തതാണ്. അതൊക്കെ ഒന്ന് ആവർത്തിച്ച് നോക്കണം. ഇതൊക്കെ കുറേ വരും ഇനി ഇൻഷാ അല്ലാഹ്. അപ്പോൾ കൂടുതൽ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഇവിടെ എന്താണ്? ജുംല ഇസ്മിയ ഹംസത്തു എന്ന മുബ്തദക്ക് ഖബറായിട്ട് വരികയാണ്, നാലാമത്തെ ടൈപ്പ് ഖബർ. അപ്പോൾ ഇതെന്താണ്? ജുംല ഇസ്മിയാണ്, ഹംസത്തു ആണ് മുബ്തദ, മുബ്തദഉൻ മർഫൂൻ. ഇൻദഹു സയ്യാറത്തുൻ ജുംല ഇസ്മിയ ഖബറായിട്ട് വരികയാണ്, നാലാമത്തെ ടൈപ്പ് ഖബർ. അപ്പോൾ ഇന്ദ, അപ്പോൾ അതിനൊരു മുബ്തദയും ഖബറും ഉണ്ടാണ്. ജുംല ഇസ്മിയ ഖബറായിട്ട് വരുമ്പോൾ ജുംല ഇസ്മിയക്ക് എന്തുണ്ടാവും? മുബ്തദയും ഖബറും. ഇവിടെ ഇന്ദയാണ് ഖബർ, ഖബറിനെ ഇവിടെ മുന്തിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇന്ദ ഖബർ, ലർഫ് ഖബർ, ഹു മുലാഫിലെ മജ്റൂർ, സയ്യാറത്തുൻ മുബ്തദഉൻ മർഫൂൻ. ബാറക്കല്ലാഹു ഫീക്കും. ഇത് പ്രാക്ടീസ് ചെയ്യാൻ ഇൻഷാ അല്ലാഹ് ഈ പേജ് ഇടും. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമുക്ക് എക്സസൈസിലേക്ക് പോകാം. ബാറക്കല്ലാഹു ഫീക്കും.